ഹായ് ഓൾ, വെൽക്കം ടു ബിടെക് മെഡിസി. ഇന്ന് നമ്മൾ നെറ്റ്വർക്ക് ബാർ സർക്യൂട്ട് തിയറിയിൽ ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ പാർട്ട് 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഡിസ്കസ് ചെയ്യാം. ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിൽ എല്ലാ കാറ്റഗറി പ്രോബ്ലംസും നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം ലാസ്റ്റ് പാർട്ട് 1, 2, 3 നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് പാർട്ടിൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ബേസിക് ഫങ്ഷൻസിൻ്റെത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം സെക്കൻഡ് പാർട്ടിൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതുപോലെ ലാസ്റ്റ് പാർട്ട് 3 റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഫങ്ഷൻസും അതുപോലെ സിഗ്നൽസിൻ്റെയും ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഈ സെഷനിൽ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ആയിരിക്കും നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഉണ്ട്. ആ റിസൾട്ട്സ് ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി പഠിച്ച റിസൾട്ട്സ്. അപ്പോൾ ആ ലാപ്ലാസ് ട്രാൻസ്ഫോം അറിയാമെങ്കിൽ അതിൽ നമുക്ക് ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാണ്. സ്റ്റാൻഡേർഡ് റിസൾട്ട്സ്, ലാപ്ലാസ് ട്രാൻസ്ഫോം സ്റ്റാൻഡേർഡ് റിസൾട്ട്സ്. അതിൽ ഫസ്റ്റ് വൺ നമുക്കറിയാം, ഡെൽറ്റ ടി ഇമ്പൾസിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇറ്റ് വിൽ ബി 1. ദെൻ യു ഓഫ് ടി യൂണിറ്റ് സ്റ്റെപ്പിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s. റാമ്പിൻ്റെ ആർ ഓഫ് ടി ലാപ്ലാസ് ട്രാൻസ്ഫോം 1/s². ഇതെല്ലാം നമ്മൾ ഡിറൈവ് ചെയ്തതാണ്, ഫൈൻഡ് ഔട്ട് ചെയ്തതാണ്. നെക്സ്റ്റ് അടുത്തൊരു റിസൾട്ടാണ് e⁻⁻at u of t ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി 1/s+a. then e⁻+at u of t will be 1/s-a. then t into e⁻⁻at u of t will be 1/s+a the whole square. നെക്സ്റ്റ് റിസൾട്ട് നമ്മൾ ചെയ്തത് സൈൻ ഒമേഗ നോട്ട് ടി ലാപ്ലാസ് ട്രാൻസ്ഫോം ഒമേഗ നോട്ട് ഡിവൈഡഡ് ബൈ s² പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ. സിമിലർലി കോസ് ഒമേഗ നോട്ട് ടി ലാപ്ലാസ് ട്രാൻസ്ഫോം വിൽ ബി s/s² പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ. ദെൻ e⁻⁻at സൈൻ ഒമേഗ നോട്ട് ടി ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് ആണ്. അപ്പോൾ സൈനിൻ്റെ കൂടെ e⁻ വരുവാണെങ്കിൽ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് ആണ്. സോ ഇറ്റ് വിൽ ബി ഒമേഗ നോട്ട് ഡിവൈഡഡ് ബൈ s+a the whole square പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ. സിമിലർലി e⁻at cos ഒമേഗ നോട്ട് ടിയുടേത് s-a ഡിവൈഡ് ബൈ s-a the whole square പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ എന്ന് വരും. ഓക്കെ, കുറേ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഒരു സിഗ്നൽ എക്സ് ഓഫ് ടി ഉണ്ട്, അതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് ഈ എക്സ് ഓഫ് എസിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ഇൻവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് എക്സ് ഓഫ് ടി. അത്രയേ ഉള്ളൂ. അപ്പം ട്രാൻസ്ഫോംസ് ആണ്. ഇപ്പോൾ രണ്ട് ഡൊമൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ചബിൾ ആണ്. ഇപ്പോൾ എക്സ് ഓഫ് ടി അറിയാമെങ്കിൽ നമുക്ക് ലാപ്ലാസ് ട്രാൻസ് എടുക്കുമ്പോൾ വിൽ ഗെറ്റ് എക്സ് ഓഫ് എസ്. എക്സ് ഓഫ് എസ് അറിയാമെങ്കിൽ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ് എടുക്കുമ്പോൾ വിൽ ഗെറ്റ് എക്സ് ഓഫ് ടി. കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ, എക്സ് ഓഫ് എസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ s+2 the whole square. ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എസ് ഡിവൈഡ് ബൈ s+2 the whole square. ഇപ്പോൾ രണ്ട് മെത്തേഡ് ഉണ്ട്. ഈ രണ്ട് മെത്തേഡും ഇവിടെ പ്രസന്റ് ചെയ്യാം. അതിൽ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടുള്ളത് ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് ഇപ്പം 1 ഡിവൈഡ് ബൈ s+2 എന്ന് എടുക്കുക. 1 ഡിവൈഡ് ബൈ s+2 എന്ന് വെച്ചാൽ അതിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് നമുക്കറിയാം e⁻⁻2t ആണ്, ഇല്ലേ? അതായത് 1/s+a e⁻⁻at പോലെ ഇത് എന്തെഴുതാൻ പറ്റും? e⁻⁻2t u of t ആണ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു സ്ക്വയർ വരുവാണെങ്കിൽ എന്താണ്, ടൈം
ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ, ഇവിടെ ഒരു ടി വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു എസ് വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡി ബൈ ഡി ടി കൊടുക്കുമ്പോഴാണ് എസ് ഡൊമൈനിൽ ഒരു എസ് വരുന്നത്. ഇവിടെ ഒരു എസ് ഇടുവാണെങ്കിൽ എന്ത് ചെയ്യണം, ഡി ബൈ ഡി ടി എടുക്കണം. ഓക്കെ, ഇങ്ങനെ നമുക്ക് പ്രോപ്പർട്ടി വെച്ചിട്ട് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ചെയ്തത്? ഫസ്റ്റ് നമ്മൾ 1/s+2ൻ്റെത് ലാപ്ലാസ് ഇൻവേഴ്സ് ഇ റേസ് മൈനസ് 2t യു ഓഫ് ടി. സെക്കൻഡ് അതിൻ്റെ സ്ക്വയർ വരുവാണെങ്കിൽ ഇവിടെ ടി വരുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു എസ് വരുവാണെങ്കിൽ അതിനർത്ഥം ഡി ബൈ ഡി ടി വരുവാണ്. ഇതാണ്, ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇതല്ലാതെ സെക്കൻഡ് ആണ് ഫസ്റ്റ് മെത്തേഡ്. ദാറ്റ് ഈസ് the Laplace inverse of s by s+2 the whole square will be d by dt of t into e raised to minus 2t u of t ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എക്സ് ഓഫ് എസ് എഴുതുക. എക്സ് ഓഫ് എസ് ഈക്വൽ ടു എസ് ഡിവൈഡഡ് ബൈ s+2 the whole square. അപ്പോൾ അതിനാണെങ്കിൽ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് റിസൾട്ട്സുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ എസ് ഡിവൈഡ് ബൈ വരുമ്പോൾ കോസ് ഫോം ആണ്. അപ്പോൾ ഇവിടെ എസ് പ്ലസ് വരുന്നതുകൊണ്ട് എന്താണ്, ഒരു ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ആ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് എഴുതാം, ഇസ് ഈക്വൽ ടു ഇവിടെ s+2 ഇല്ലേ, അപ്പോൾ മേളിലും ഒരു s+2 ആക്കുക. പിന്നെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി -2 ചെയ്യുക, ഡിവൈഡഡ് ബൈ s+2 the whole square. ഓക്കെ, നമുക്കറിയാം സ്റ്റാൻഡേർഡ് റിസൾട്ട് കോസിൻ്റെ ആണെങ്കിൽ എസ് ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ അങ്ങനത്തെ സ്റ്റാൻഡേർഡ് റിസൾട്ട്സിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ ഇവിടെ s+2 കൊണ്ടും ഇപ്പോൾ മേളിൽ s+2 ആക്കുക. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി -2 കിട്ടും. ഇനി ഇതിനെന്ത് ചെയ്യുക, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക ഇല്ലേ. ഇറ്റ്സ് ക്യാൻ ബി സ്പ്ലിറ്റ് അപ്പ് ഇൻറ്റു s+2 ഡിവൈഡ് ബൈ s+2 the whole square -2 ഡിവൈഡഡ് ബൈ s+2 the whole square. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. s+2 ഡിവൈഡ് ബൈ s+2 the whole square -2 ഡിവൈഡ് ബൈ s+2 the whole square. ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് അത് കിട്ടും 1 ഡിവൈഡഡ് ബൈ s+2 -2 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ s+2 the whole square എന്ന് കിട്ടി. ഓക്കെ, ഇതാണ് അതിൻ്റെ എക്സ് ഓഫ് എസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ എക്സ് ഓഫ് എസ്. ഓക്കെ, വി നീഡ് ടു ഫൈൻഡ് ദ എക്സ് ഓഫ് ടി. ഓക്കെ, ഈ ഫംഗ്ഷൻ്റെ എക്സ് ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യണം. എക്സ് ഓഫ് ടി വിൽ ബി 1 divided by s+2 inverse e raised to minus 2t u of t minus 2 into 1 by s+2 ൻ്റെത് e raised to minus 2t u of t. ഇവിടെ ഒരു സ്ക്വയർ വരുമ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ t വരും. കോമൺ എടുക്കുമ്പോഴത്തേക്ക് e raised to minus 2t കോമൺ എടുക്കാം. സോ 1 minus 2t ഇൻറ്റു യു ഓഫ് ടി എന്ന് വരും. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. ഇത് നിങ്ങൾ ഡിഫറൻസിയേഷൻ ചെയ്താലും ഈ സെയിം ആൻസർ തന്നെ കിട്ടും. ഓക്കെ, ദിസ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എസ് ബൈ s+2 the whole square. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓഫ് എസ് ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് പ്ലസ് 5s സ്ക്വയർ പ്ലസ് 7s പ്ലസ് 3. ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടർ ഉണ്ട്. അതായത് ഇങ്ങനത്തുള്ള നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഒരു ഇതെന്ന് വെച്ചാൽ ഹയസ്റ്റ് പവർ ഓഫ് ന്യൂമറേറ്റർ ഷുഡ് ബി ലെസ് ദാൻ ഹയസ്റ്റ് പവർ ഓഫ് ഡിനോമിനേറ്റർ. ഓക്കെ, അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ് ഹയസ്റ്റ് പവർ ഓഫ് ന്യൂമറേറ്റർ? അപ്പോൾ ഹയസ്റ്റ് പവർ ഓഫ് ന്യൂമറേറ്റർ ഇവിടെ എന്താ 2 ആണ്. ഷുഡ് ബി ലെസ് ദാൻ ഹയസ്റ്റ് പവർ ഓഫ് ഡിനോമിനേറ്റർ. ഷുഡ് ബി ലെസ് ദാൻ ഹയസ്റ്റ് പവർ ഓഫ് ഡിനോമിനേറ്റർ. ഈ കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓർത്തോണം കേട്ടോ. അതായത് ഇവിടുത്തെ ഈ പവറും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിന്റെ പവർ എസിന്റെ പവർ ഷുഡ് ബി ലെസ് ദാൻ ദ ഡിനോമിനേറ്റർ പവർ. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. ഓക്കെ, ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസിന് പല വാല്യൂസ് കൊടുത്തിട്ട് ഈക്വൽ ടു 0 വരുന്ന വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിൻ്റെ അപ്പോൾ ആ ഒരു ഫാക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക. എസ് ഇസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, ഡിനോമിനേറ്ററിൻ്റെ ഫാക്ടറൈസ് ചെയ്യുക ഡിനോമിനേറ്ററിന്. ഓക്കെ, ഫാക്ടേഴ്സ് ആക്കുക. അപ്പോൾ ഈ ഡിനോമിനേറ്റർ നമ്മൾ എസിന് വാല്യൂസ് കൊടുക്കും. 1 കൊടുക്കുമ്പോഴത്തേക്ക് 1 പ്ലസ് 5 പ്ലസ് 7 പ്ലസ് 3 അത് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് വാല്യൂ എസ് ഇസ് ഈക്വൽ ടു -1 കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്ത് വരും, -1 വരും, പ്ലസ് 5 ഇവിടെ -7 വരും, പ്ലസ് 3 വരും.
അപ്പോൾ ഇതിൻ്റെ കേസിൽ 8 + 8 = 0 വരും. അപ്പോൾ ഇതിൻ്റെ കേസിൽ s+1 ഒരു ഫാക്ടറാണ്. ഓക്കെ, ഇതിൻ്റെ s+1 ഒരു ഫാക്ടറാണ്. ഇനി റിമൈനിങ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അതിൽ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് ദിസ് ടേം s³ + 5s² + 7s + 3 നമ്മൾ ഈ കിട്ടിയ ഫാക്ടർ, അതായത് s+1 വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ആദ്യമേ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ കേസിൽ s³ ഈ s കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? s² കിട്ടും. പിന്നെ ഈ s കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ s² കിട്ടി. എന്നിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് s³ + s² എന്ന് കിട്ടും. എന്നിട്ട് അത് സബ്സ്ട്രാക്ട് ചെയ്യും. മൈനസ് ഇത് ക്യാൻസൽ ചെയ്ത് പോകും. ദിസ് വിൽ ബി ഈക്വൽ ടു 4s² വരും. ഇനി ഈ 4s² നമ്മൾ ഈ s കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോഴത്തേക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് +4s എന്ന് കിട്ടും. എന്നിട്ട് ആ 4s ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോഴത്തേക്ക് എന്ത് കിട്ടും? എന്നിട്ട് ഇത് താഴോട്ട് എഴുതും. ഈ ടേം 7s താഴോട്ട് എഴുതും. ഇനി 4s + s എന്ന് പറയുമ്പോഴത്തേക്ക് 4s² കിട്ടും. ഈ 4s + 1 എന്ന് പറയുമ്പോൾ +4s കിട്ടും. സബ്സ്ട്രാക്ട് ചെയ്യും. ഇപ്പോഴത്തേക്ക് ഇതിൻ്റെ കേസ് എത്ര വരും? ദിസ് വിൽ ബി ഈക്വൽ ടു 3s വരും. +3s. ഈ 3 താഴോട്ട് എഴുതുക. അഗെയിൻ ഈ 3s നമ്മൾ ഈ s കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഈ s കൊണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? +3 കിട്ടും. ഇനി അത് നേരത്തെ പോലെ മൾട്ടിപ്ലൈ ചെയ്യുക. വിൽ ഗെറ്റ് 3s + 3 0 എന്ന് കിട്ടും. ഇതാണ് സെക്കൻഡ് ഫാക്ടർ. ദാറ്റ് ഈസ് s² + 4s + 3 ഇസ് ദ സെക്കൻഡ് ഫാക്ടർ. ഇനി ഇതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 3 അതായത് പ്രോഡക്റ്റ് എടുക്കുമ്പോഴത്തേക്ക് 3ഉം സം വരുമ്പോഴത്തേക്ക് 4ഉം വരണം. അപ്പോൾ നമുക്ക് എന്തെടുത്താൽ മതി? 3ഉം 1ഉം എടുത്താൽ മതി അല്ലേ? 3ഉം 1ഉം എടുക്കുമ്പോഴത്തേക്ക് സം എടുക്കുമ്പോൾ 4ഉം കിട്ടും, പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 3ഉം കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫാക്ടർ എന്തായിട്ട് എഴുതാം? ഇപ്പം ഫാക്ടേഴ്സ് s+1ഉം അതുപോലെ s+3 ആണ് ഇതിൻ്റെ രണ്ട് ഫാക്ടേഴ്സ്. അപ്പോൾ ടോട്ടൽ ഡിനോമിനേറ്റേഴ്സിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മളൊരു ഫാക്ടർ കണ്ടുപിടിച്ചാൽ +1. സോ ടോട്ടൽ ഫാക്ടേഴ്സ്, ഡിനോമിനേറ്റർ ഫാക്ടേഴ്സ് s+1 ഇൻറ്റു s+1 ഇൻറ്റു s+3 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിനോമിനേറ്റർ നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് s³ ആയതുകൊണ്ട് 3 ഫാക്ടേഴ്സ് ഉണ്ട്, 3 ഫാക്ടറായിട്ട് എഴുതി. അപ്പോൾ നമുക്ക് ഈ എക്സസിനെ എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് എക്സസ് ക്യാൻ ബി റിട്ടൺ ആസ് ഈക്വൽ ടു ന്യൂമറേറ്റർ s² + 3s + 4 s² + 3s + 4 ഡിവൈഡഡ് ബൈ this factors, that is s+1 into s+1 into s+3. ഓക്കെ, ഇത് s+1 s+1 നമുക്ക് s+1 the whole square എന്ന് എഴുതാം ഇൻറ്റു s+3 എന്ന് വരും. ഓക്കെ, ഇനി ഇതിൻ്റെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരുന്നത്? a ഡിവൈഡഡ് ബൈ s+1 പ്ലസ് b ഡിവൈഡ് ബൈ ഇതിൻ്റെ സ്ക്വയർ s+1² പ്ലസ് c ഡിവൈഡ് ബൈ s+3. ഇങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ എഴുതുന്നത്. ഓക്കെ, ഇവിടെ റിപ്പീറ്റഡ് വരുവാണെങ്കിൽ ആദ്യമേ a ഡിവൈഡ് ബൈ ആ ടേം പ്ലസ് b ഡിവൈഡ് ബൈ അതിൻ്റെ സ്ക്വയർ പ്ലസ് c ഡിവൈഡ് ബൈ s+3 എന്ന് എഴുതി. ഇനി നമുക്കിതിൻ്റെ എയും ബിയും സിയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് s² + 2s + 4 ഈക്വൽ ടു a ഇൻറ്റു s+1 ഇൻറ്റു s+3 പ്ലസ് b ഇൻറ്റു s+3 പ്ലസ് c ഇൻറ്റു s+1 the whole square കിട്ടും. ഇനി അതിൻ്റെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്ത് കോൺസ്റ്റന്റ് പവർ ഓഫ് s പവർ ഓഫ് s² കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്ത് നമുക്ക് അതിൻ്റെ ABC വാല്യൂ കിട്ടും. കിട്ടിയ വാല്യൂ a ഈക്വൽ ടു 0, b ഈക്വൽ ടു 1 ആൻഡ് c ഈക്വൽ ടു 1 എന്ന് കിട്ടി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്ക് 0 വരുമ്പോഴത്തേക്ക് ഈ ടേം പോകും. സോ അവർ x ഓഫ് s വിൽ ബി ഈക്വൽ ടു ബിയുടെ ടേം, അതായത് 1 ഡിവൈഡഡ് ബൈ s+1 the whole square. സിയുടെ വാല്യൂ 1 ആണ്, പ്ലസ് 1 ഡിവൈഡ് ബൈ s+3. ദിസ് ഈസ് അവർ എക്സ് ഓഫ് എസ്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എക്സ് ഓഫ് ടി ആണ്. എക്സ് ഓഫ് ടി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ 1/s+1ൻ്റെത് നമുക്ക് എങ്ങനെ എഴുതാം? e⁻t u of t എന്ന് എഴുതാം. അതിൻ്റെ കൂടെ സ്ക്വയർ വരുമ്പോഴത്തേക്ക് ടി മൾട്ടിപ്ലൈ വരും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് t ഇൻറ്റു e⁻t u of t പ്ലസ് ഇതിൻ്റെ എന്ത് വരും? e⁻3t u of t എന്ന് വരും. ഇതാണ് ഇതിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ്. ഓക്കെ, മറ്റൊരു ഒന്നുകൂടെ പറയാം. ഇപ്പം ഇതിൻ്റെ കേസിൽ ഓർക്കേണ്ട ഒരു കാര്യം, ന്യൂമറേറ്ററിൻ്റെ എസിൻ്റെ പവർ ഷുഡ് ബി ലെസ് ദാൻ ഡിനോമിനേറ്റർ ആയിരിക്കണം. ഇവിടെ 2 <3 ആണ്. നമ്മൾ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി എസിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്ത് കിട്ടുന്ന ഒരു 0 വരുന്നത് അതൊരു ഫാക്ടർ ആയിരിക്കും. ആ ഫാക്ടറിനെ പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ഫാക്ടർ കിട്ടും. അപ്പോൾ അതിനെ 2 ഫാക്ടറായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത്
ടോട്ടൽ ഈ ഡിനോമിനേറ്ററിൽ 3 ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്തു. a ഡിവൈഡ് ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി ഡിവൈഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് സി ഡിവൈഡ് ബൈ എസ് പ്ലസ് 3 എ ബി സി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുക. എയുടെ വാല്യൂ 0 കിട്ടും. അപ്പോൾ ഈ ഫാക്ടർ പോകും. ബിയുടെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സിയുടെ വാല്യൂ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 4th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഗിവൺ എക്സ് ഓഫ് എസ് ഈക്വൽ ടു എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് പ്ലസ് 4s സ്ക്വയർ പ്ലസ് 6x പ്ലസ് 4. ഇതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഇൻവേഴ്സ് എക്സാമിന് കുറച്ച് ഇങ്ങനത്തുള്ള ഫംഗ്ഷൻസ് വന്നിട്ട് അതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ചോദിക്കും. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുമ്പോഴത്തേക്ക് ഇമ്പൾസ് റെസ്പോൺസ് ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഓക്കെ, ഇതിൻ്റെ കേസിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയും എസിൻ്റെ പവർ ന്യൂമറേറ്റർ ഈസ് ലെസ് ദാൻ ഡിനോമിനേറ്റർ ആണ്. നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക. ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എസിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുക. അപ്പോൾ എസിന് എസ് ഈക്വൽ -1 കൊടുക്കുക ആദ്യമേ. അപ്പോഴത്തേക്ക് -1 പ്ലസ് 4 -6 പ്ലസ് 4. അപ്പോഴത്തേക്ക് 0 വരുന്നില്ല, നോട്ട് ഈക്വൽ ടു 0. ഇനി ഞാൻ എസ് ഇസ് ഈക്വൽ ടു -2 കൊടുക്കുകയാണ്. -2 കൊടുക്കുമ്പോഴത്തേക്ക് ഡിനോമിനേറ്റർ ആണ്. ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്യണം. നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ. ആദ്യമേ ഈ കണ്ടീഷൻ ഓക്കെ ആണെന്ന് നോക്കുക. ഏതാണ്? ഈ പവറിൻ്റെ കണ്ടീഷൻ ഓക്കെ ആണെന്ന് നോക്കുക. ഓക്കെ ആണെങ്കിൽ നമ്മൾ ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യണം. അപ്പോൾ അടുത്ത എസിന് -2 കൊടുത്തു. -2 കൊടുക്കുമ്പോഴത്തേക്ക് ഡിനോമിനേറ്ററിൽ ഇതൊരു -8 പ്ലസ് 16 -12 പ്ലസ് 4. അത് അപ്പോൾ ഇത് 20 വരും, ഈക്വൽ ടു 0 വരും. അപ്പോൾ ഇതിൻ്റെ കേസിൽ എസ് പ്ലസ് 2 ഒരു ഫാക്ടറാണ്. ഇനി എന്ത് ചെയ്യും? നമ്മൾ ഈ എസ് പ്ലസ് 2ന്, അതായത് എസ് ക്യൂബ് പ്ലസ് 4s സ്ക്വയർ പ്ലസ് 6x പ്ലസ് 4ന് വി വിൽ ഡിവൈഡ് വിത്ത് എസ് പ്ലസ് 2. ആദ്യമേ എസ് ക്യൂബിനെ എസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോഴത്തേക്ക് നമുക്ക് എസ് സ്ക്വയർ കിട്ടും. ആ എസ് സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എസ് ക്യൂബ് പ്ലസ് 2s സ്ക്വയർ എന്ന് കിട്ടും. സബ്സ്ട്രാക്ട് ചെയ്യും, മൈനസ് ആവും, ഇത് ക്യാൻസൽ ചെയ്ത് പോകും. ഇറ്റ് വിൽ ബി 2s സ്ക്വയർ. ഈ 6x നമ്മൾ താഴോട്ടെടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ 2s സ്ക്വയറിന് എസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ വിൽ ഗെറ്റ് പ്ലസ് 2s കിട്ടും. ഇനി 2sനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 2s സ്ക്വയർ പ്ലസ് 4s എന്ന് കിട്ടും. സബ്സ്ട്രാക്ട് ചെയ്യും, 2s വരും. ഈ പ്ലസ് 4 താഴത്തെടുക്കും. ഇപ്പോഴത്തേക്ക് 2s ബൈ s എടുക്കും. സോ പ്ലസ് 2 വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 2s പ്ലസ് 4 0 വരും. അപ്പോൾ ഇതിൻ്റെ ഫാക്ടർ കിട്ടിയത് നമുക്ക് എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ആണ്. അപ്പോൾ ആദ്യത്തെ ഫാക്ടർ എസ് പ്ലസ് 2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇനി നമുക്ക് ഇതിനെ ഫർദർ സ്പ്ലിറ്റ് ചെയ്യാൻ ഫാക്ടർ ആക്കാൻ പറ്റുമോ നോക്കുക. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇനി ഫർദർ ഫാക്ടർ ആക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഇതിനെ എക്സ് ഓഫ് എസിനെ എങ്ങനെ എഴുതാൻ പറ്റും? ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് ഓഫ് എസ് ഈക്വൽ ടു, ഇതിനെ 2 ഫാക്ടറായിട്ട് എഴുതിക്കൂടെ. ദാറ്റ് ഈസ് എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. ഇനി ഇതിനെ ഫാക്ടർ ആക്കാൻ പറ്റത്തില്ല. അപ്പം എക്സ് ഓഫ് എസിന് നമ്മൾ ഈ 2 ഫാക്ടറായിട്ട് എഴുതി. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. ദിസ് ഈസ് ഈക്വൽ ടു എന്തെഴുതാം? എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 പ്ലസ് ഇതിൻ്റെ സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് bs പ്ലസ് സി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. അങ്ങനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ്റെ റൂൾ വരുന്നത്. ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ടാണ് എ ബൈ വരുന്നത്. ഇതിപ്പോൾ സെക്കൻഡ് ഓർഡർ ആണ്. സോ bs പ്ലസ് സി ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. എല്ലാ കണ്ടീഷനും വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തുള്ള ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കേസിൽ സെക്കൻഡ് ഓർഡർ വന്ന്, കാരണം ഇതിനെ ഫർദർ ഇനിയും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റത്തില്ല. സോ bs പ്ലസ് സി ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 എന്ന് എടുക്കണം. ഇനി ഇതിൻ്റെ കേസിൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് എസ് പ്ലസ് 1 ഈക്വൽ ടു എ ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 പ്ലസ് bs പ്ലസ് സി ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് അതിനകത്താണെങ്കിൽ നമ്മളിതുപോലെ നേരത്തെ ചെയ്ത പോലെ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്ത് എയുടെയും ബിയുടെയും സിൻ്റെയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എയുടെ വാല്യൂ -1/2 എന്ന് കിട്ടും, ബിയുടെ വാല്യൂ 1/2 കിട്ടും, സിയുടെ വാല്യൂ 1 കിട്ടും. ഓക്കെ, സി ഈക്വൽ ടു 1 കിട്ടും. ഇതിൻ്റെ കേസിൽ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്ത് നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട് അത് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ എ ബി സി വാല്യൂ കിട്ടും. ഇനി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്ത് എ ബി സി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എക്സ് ഓഫ് എസ് ഈക്വൽ ടു എയുടെ വാല്യൂ -1/2 ഡിവൈഡഡ് ബൈ അതിൻ്റെ ഡിനോമിനേറ്റർ എസ് പ്ലസ് 2 ആണ്. സോ എസ് പ്ലസ് 2 പ്ലസ് ബി 1/2
into s plus 1 divided by denominator s square plus 2s plus 2. s square plus 2s plus 2. ഓക്കെ, എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. അപ്പം നമ്മൾ ഇതിനകത്ത് എയുടെയും ബിന്റെയും സിയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് റിസൾട്ട് അല്ലേ. ഇതിനകത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് റിസൾട്ടിലേക്ക് കൊണ്ടുപോകണം. ഈസ് ഈക്വൽ ടു -1/2 ഡിവൈഡ് ബൈ എസ് പ്ലസ് 2 പ്ലസ് ഇതിനെയാണെങ്കിൽ ഫാക്ടർ ആക്കും, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കും. നമ്മൾ മുമ്പേ പറഞ്ഞ പോലത്തുള്ള ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഇതുപോലത്തുള്ള സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരണം. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇത് എസ് ഇതിനെ ബൈ 2 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, എസ് പ്ലസ് 1 കിട്ടും. ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 -1 സ്ക്വയർ എന്ന് വരും. ഓക്കെ, അത് ചെയ്യുമ്പോൾ അത് തന്നെ വരും. ചെയ്യുമ്പോഴത്തേക്ക് എന്തുണ്ട്, എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സെയിം തന്നെ വരും. അപ്പോൾ ഇങ്ങനെ ഒരു ഫാക്ടർ പോലെ ആക്കുക. ഓക്കെ, എങ്ങനെ ചെയ്തത്, ഇപ്പോൾ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2നെ നമുക്ക് ഈ എസ് അതുപോലെ എഴുതുക, ഇതിന് വരുന്നതിനെ ബൈ 2 ചെയ്യുക. സോ ഇവിടെ വന്നേക്കുക 1 ആണ്. ദ ഹോൾ സ്ക്വയർ എഴുതുക പ്ലസ് 2, ഇവിടുത്തെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി -1 സ്ക്വയർ എന്ന് വരും. അപ്പോഴത്തേക്ക് ഇതെന്ത് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 പ്ലസ് 2 -1 എന്ത് കിട്ടും, എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2 ഈ സെയിം തന്നെ കിട്ടും. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. എസ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതന്നെ സെയിം ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റും. ന്യൂമറേറ്റർ 1/2 എസ് പ്ലസ് 1 ആണ്. ഇനി ഇതിന്റെ കേസിൽ ഇവിടെ എസ് പ്ലസ് 1 ആണ്. അപ്പോൾ ഇവിടെ ആ ഒരു എസ് പ്ലസ് 1 ഫോമിലേക്ക് ആക്കുക. ഈ ഫസ്റ്റ് ടേമിന് മാറ്റമൊന്നുമില്ല. -1/2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 പ്ലസ് ഇതിനെ എന്ത് ചെയ്യുക, ആ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് 1/2 ഇൻറ്റു എസ് പ്ലസ് 1 എടുത്തു. അപ്പോഴത്തേക്ക് ഹാഫ് എസ് പ്ലസ് ഹാഫ് ആയി അല്ലേ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹാഫ് എസ് പ്ലസ് ഹാഫ് ആയി. അപ്പോൾ ഇവിടെ 1 വരണ്ട, അപ്പം പ്ലസ് ഹാഫും കൂടി ചെയ്യുക. ചെയ്യുമ്പോഴത്തേക്ക് സെയിം തന്നെ വരും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് സെയിം തന്നെ വരും. ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് വരും, എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. അപ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പം എന്താ ചെയ്തത്, ഈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2നെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു, എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതുപോലെ ഈ ന്യൂമറേറ്ററിൽ ഈ എസ് പ്ലസ് 1 വരാൻ വേണ്ടി ഇവിടെ ഹാഫ് ഓഫ് എസ് പ്ലസ് 1 പ്ലസ് ഹാഫ്, ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഹാഫ് എസ് വരും പ്ലസ് ഹാഫ്, ദാറ്റ് ഈസ് ഹാഫ് എസ് പ്ലസ് 1 തന്നെ വരും. ഓക്കെ, ഈ ഹാഫ് ആകുമ്പോൾ ഹാഫ് എസ് പ്ലസ് 1 തന്നെ വരും. രണ്ട് സെയിം തന്നെ. ഇങ്ങനെ ആക്കിയത് ആ ജനറൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് this is equal to -1/2 divided by s plus 2. ഇതിന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് കണ്ടോ. ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 1/2 ഇൻറ്റു എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1, അടുത്ത ടേം പ്ലസ് ഹാഫ് ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 1 എന്ന് വന്നു. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഡിവൈഡ് ബൈ എസ് പ്ലസ് ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഫോമും ഇതിപ്പം എ ഡിവൈഡ് ബൈ ആക്കണം. ഓക്കെ, എ ഡിവൈഡ് എന്ന് വെച്ചാൽ 1/2 എടുക്കുമ്പോഴത്തേക്ക് ഇൻറ്റു 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ആ സ്റ്റാൻഡേർഡ് റിസൾട്ട്സുമായിട്ട് വരും. ദിസ് ഈസ് എക്സ് ഓഫ് എസ്. ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് എക്സ് ഓഫ് ടി എഴുതാൻ പോകുന്നത്. എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇതിൻ്റെത് -1/2 കോൺസ്റ്റന്റ് 1/s പ്ലസ് 2ൻ്റെത് e⁻²t വരും. ഓക്കെ, യു ഓഫ് ടി എഴുതിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, e⁻²t വരും. 1/s പ്ലസ് 2ൻ്റെ e⁻²t വരും. പ്ലസ് ഈ ഹാഫായിട്ട് എഴുതുക. നെക്സ്റ്റ് വരുന്നത് ഇവിടെ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, e⁻t s/s പ്ലസ് ആയതുകൊണ്ട് കോസ് ആയിരിക്കും. ഓക്കെ, കോസ് ടി. ഇനി നെക്സ്റ്റ് ഈ പ്ലസ് 1/2 ഇവിടെ a ബൈ ആണ്, സോ സൈൻ വരും. അതിന് മുമ്പായിട്ട് ഇവിടെ ഷിഫ്റ്റിംഗ് ഉണ്ടായതുകൊണ്ട് e⁻t സൈൻ ടി എന്ന് വരും. ഇതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ. ഒന്നും കൂടെ പറയാം, ഇതിനെ ഇൻവേഴ്സ് എടുക്കുന്നത് -1/2 കോൺസ്റ്റന്റ് 1/s പ്ലസ് 2ൻ്റെ e⁻²t. അടുത്ത 1/2 കോൺസ്റ്റന്റ് ഇത് എസ് പ്ലസ് എ ഡിവൈഡ് ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഫോം ആണ്. അപ്പോൾ ഇവിടെ എ എന്ന് വെച്ചാൽ 1 ആണ്. സോ ഇവിടെ ഈ ഫ്രീക്വൻസിയിൽ ഷിഫ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ e⁻ ടേം ടൈമിൽ മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, സോ e⁻t ഇവിടെ എസ് ആയതുകൊണ്ട് കോസ് ടി വരും.
അടുത്ത ഇതിൻ്റെ കേസിൽ 1/2 എഴുതുക കോൺസ്റ്റന്റ്. നെക്സ്റ്റ് എ ഡിവൈഡ് ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, 1 ഫാക്ടർ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ടൈമിൽ എന്ത് വരും, ഇ റൈസ് ടു മൈനസ് ടി വരും. ഇവിടെ കോൺസ്റ്റന്റ് ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആയതുകൊണ്ട് സൈൻ വരും. ഓക്കെ, ഇതാണ് അതിൻ്റെ ടോട്ടൽ സൊല്യൂഷൻ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 5th question. X of s equal to s square plus 5s plus 1 divided by s square plus 3s plus 2. ഓക്കെ, ഇതിൻ്റെ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് സ്പെഷ്യൽ കേസാണ്, കാരണം രണ്ടിൻ്റെയും പവർ സെയിം ആണ്. നമുക്ക് നോർമലി വരേണ്ടതെന്ന് എങ്ങനെയായിരുന്നു പറഞ്ഞത്, ന്യൂമറേറ്ററിൻ്റെ എസിൻ്റെ പവർ ഷുഡ് ബി ലെസ് ദാൻ ഡിനോമിനേറ്റർ ആയിരിക്കണം. ഓക്കെ, ഇതിപ്പോൾ രണ്ട് ഈക്വൽ വരുന്ന കേസ്. ഈക്വൽ വരുന്ന കേസ് എന്ന് വെച്ചാൽ സെയിം ഡിഗ്രി ആണ്. ഓക്കെ, സെയിം ഡിഗ്രി. അപ്പോൾ അടുത്ത ടിപ്പിക്കൽ പ്രോബ്ലം ആണ് എടുത്തേക്കുന്നത്, സെയിം ഡിഗ്രി വരുന്ന കേസ്. സെയിം ഡിഗ്രി വരുന്ന കേസിൽ നമ്മൾ ഇതിനെ അങ്ങ് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് അങ്ങനെയാണ്. ദാറ്റ് ഈസ് എസ് സ്ക്വയർ പ്ലസ് 5s പ്ലസ് 1ന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ആദ്യമേ എസ് സ്ക്വയറിനെ എസ് സ്ക്വയറും ഡിവൈഡ് ചെയ്യണം. നേരത്തെ സെയിം പ്രൊസീജിയർ. ഇപ്പോൾ എന്ത് കിട്ടും, 1 കിട്ടും അല്ലേ. എസ് സ്ക്വയർ ബൈ എസ് സ്ക്വയർ എടുക്കുമ്പോഴത്തേക്ക് 1 കിട്ടും. അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എസ് സ്ക്വയർ പ്ലസ് ഇതുമായിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. സോ 3s പ്ലസ് 2. ഇനി സബ്സ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് മൈനസ് മൈനസ്, ദിസ് വിൽ ബി 2s മൈനസ് 1. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, ഈ എക്സ് ഓഫ് എസ് ക്യാൻ ബി റിട്ടൺ ആസ് ഇറ്റ് ഈസ് ഈക്വൽ ടു, ഈ ഫോമിൽ എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2s മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2. ഓക്കെ, ഇങ്ങനെ എഴുതാം. 1 പ്ലസ് റിമൈൻഡർ 2s മൈനസ് 1 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 2. ഇതിനെയാണെങ്കിൽ ഈ ഒരു ടേമിനെ ഞാൻ x1 ഓഫ് എസ് എടുക്കുന്നു. ഇത് 1 കടന്നോട്ടെ. അടുത്ത ഈ ഒരു ടേമിന്, ദിസ് ടേമിന് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് x1 ഓഫ് എസ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഫാക്ടറൈസ് ചെയ്ത് നേരത്തെ ചെയ്ത പോലെ സ്റ്റെപ്സ് ചെയ്യണം. ദാറ്റ് ഈസ് ഈ x1 ഓഫ് എസിനെ എഴുതുവാണ്. x1 ഓഫ് എസ് ഈക്വൽ ടു എന്താണ്, 2s മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2. അപ്പോൾ ഇത് എന്തായി, ന്യൂമറേറ്ററിൻ്റെ കോഎഫിഷ്യൻറ്റ് ലെസ് ദാൻ ഡിനോമിനേറ്റർ കോഎഫിഷ്യൻ്റ് ആയി. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ പറ്റും. ഇതിനെ എന്ത് ചെയ്യണം, ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. ഇപ്പോൾ 2 ആണ്, പ്രോഡക്റ്റ് 2ഉം വരണം, സമ്മ് 3ഉം വരണം. ഇപ്പോൾ എന്താക്കി എടുക്കേണ്ടത്, ഇതിൻ്റെ കേസിൽ നമുക്ക് ഫാക്ടറായിട്ട് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2s മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2. ഓക്കെ, സം ചെയ്യുമ്പം 3ഉം പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 2ഉം വന്നു. ഓക്കെ, ഇതിൻ്റെ ഡിനോമിനേറ്ററിന് നമുക്ക് എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനെ എന്ത് ചെയ്യാം, പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുക. ദാറ്റ് ഈസ് അവർ x1 ഓഫ് എസ് ഈക്വൽ ടു a ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2. എസ് പ്ലസ് 1 പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 2s മൈനസ് 1 ഈക്വൽ ടു a ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ വാല്യൂ എയും ബിയും ഫൈൻഡ് ഔട്ട് ചെയ്യണം. എയുടെ വാല്യൂ -3 എന്ന് കിട്ടും. അതുപോലെ സിമിലർലി ബിൻ്റെ വാല്യൂ 5 എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ എക്സ് ഓഫ് എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എക്സ് ഓഫ് എസ് ഇതാണ് എക്സ് ഓഫ് എസ്. ഓക്കെ, എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്താക്കിയത്, എക്സ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് x1 ഓഫ് എസ് എന്നാക്കി. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് ഓഫ് എസ് എഴുതുകയാണ്. ദാറ്റ് ഈസ് എക്സ് ഓഫ് എസ് ഈക്വൽ ടു 1 പ്ലസ് x1 ഓഫ് എസ്. x1 ഓഫ് എസ് എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും, എയുടെ വാല്യൂ -3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 പ്ലസ് ബിയുടെ വാല്യൂ 5 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സ് ഓഫ് എസ്. നമുക്കിത് എന്ത് ചെയ്യണം, എക്സ് ഓഫ് ടി ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. 1ൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് എന്ന് വെച്ചാൽ ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ ടീൻ്റെ ലാപ്ലാസ് ആണ് 1 എന്ന് പറയുന്നത്. സോ അപ്പം ഡെൽറ്റ ടി ആയിരിക്കും പ്ലസ് -3 ഇൻറ്റു ഇതെന്ത് വരും, ഇ റേസ് ടു -t u ഓഫ് ടി പ്ലസ് കോൺസ്റ്റൻറ്റ് 5, ഇതിൻ്റെത് ഇ റേസ് ടു -2t u ഓഫ് ടി. ഓക്കെ, ദിസ് വിൽ ബി ദ ആൻസർ. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും പവർ സെയിം ആയിട്ട് വരുമ്പോൾ ഡിവൈഡ് ചെയ്തിട്ട് 2 ടേം ആക്കി വീണ്ടും ഫാക്ടറൈസ് ചെയ്ത് സെയിം സ്റ്റെപ്സിൽ ചെയ്യണം. ലാസ്റ്റ് ഒരു ടൈപ്പ് പ്രോബ്ലം ആണ്, ടിപ്പിക്കൽ പ്രോബ്ലം ആണ്, യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. 6th question, ദാറ്റ് ഈസ് എക്സ് ഓഫ് എസ് ഈക്വൽ ടു 1 പ്ലസ് ഇ റേസ് ടു
minus 2s divided by s square into s plus 1. ഇതിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചത്. ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് ഇ റൈസ് ടു മൈനസ് 2s ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ടായിട്ട് എഴുതാം. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് x1 of s പ്ലസ് x2 of s. ഓക്കെ, ഇതിനകത്ത് x1 of s ഉം x2 of s ഉം ഈ ഒരു ഫാക്ടർ ഒഴിച്ച് ബാക്കി രണ്ട് സെയിം ആണ് അല്ലേ? ഇത് 1 ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 1, ഇവിടെ 1 ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 1 ആണ്. ഈ ഒരു ഫാക്ടർ ഒഴിച്ച് ബാക്കി രണ്ടും സെയിം ആണ്. അപ്പോൾ നമ്മൾ ഈ x1 of s ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇത് ഇ റൈസ് ടു മൈനസ് 2s വരുന്നത് ടൈം ഷിഫ്റ്റിങ്ങിലാണ്. ഓക്കെ, അപ്പോൾ അത് അപ്ലൈ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഈ x1 of s ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് ഈസ് x1 of s ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഈ എക്സ്പ്രഷൻ ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 1. അപ്പോൾ ഇതിൻ്റെ കേസിൽ ന്യൂമറേറ്റർ കോഎഫിഷ്യൻറ്റ് ലെസ് ദാൻ ഡിനോമിനേറ്റർ കോഎഫിഷ്യൻ്റ് ആണ്. സോ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. ദാറ്റ് ഈസ് എ ബൈ എസ് ഇവിടെ റിപ്പീറ്റിംഗ് ആണ്. സോ എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് സ്ക്വയർ പ്ലസ് സി ബൈ എസ് പ്ലസ് 1 ഇങ്ങനെയാണ് എടുക്കേണ്ടത്. റിപ്പീറ്റ് വരുമ്പോഴത്തേക്ക് ആദ്യമേ എ ബൈ എസ് എടുക്കുക, പിന്നെ ബി ബൈ എസ് സ്ക്വയർ എടുക്കുക, ദെൻ സി ബൈ എസ് പ്ലസ് 1 എടുക്കുക. ഇതിൻ്റെ കേസിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 1 ഈക്വൽ ടു എ ഇൻറ്റു എസ് ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് സി എസ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇതിനകത്ത് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കാം. ഇപ്പം നമുക്ക് ലെറ്റ് എസ് ഇസ് ഈക്വൽ ടു 0 കൊടുക്കാം. 0 കൊടുക്കുമ്പോഴത്തേക്ക് ഈ ടേം പോവും, ബി മാത്രം വരും. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? 1 ഈക്വൽ ടു ബി എന്ന് കിട്ടും. ഇനി S1 കൊടുക്കാം. എസിന് -1 കൊടുക്കുമ്പോഴത്തേക്ക് ഈ ടേമും പോവും. അപ്പോഴത്തേക്ക് സിയുടെ വാല്യൂ നമുക്ക് 1 കിട്ടും. ഇനി ലാസ്റ്റ് നമുക്ക് എസിന് 1 കൊടുക്കാം. അപ്പോഴത്തേക്ക് ഈ എക്സ്പ്രഷൻ എന്ന് പറയാം 1 ഈക്വൽ ടു എ ഇൻറ്റു 2 പ്ലസ് 2 പ്ലസ് 1 എന്ന് വരും. അതിൽ നിന്ന് എയുടെ വാല്യൂ -1 കിട്ടും. അങ്ങനെ നമുക്ക് എ ബി സി വാല്യൂ കിട്ടും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് x1 of s ഈക്വൽ ടു എയുടെ വാല്യൂ -1 ആയിരുന്നു. -1 ബൈ എസ് പ്ലസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ബൈ എസ് പ്ലസ് 1. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? ഇവിടെ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കൊടുത്ത് എന്റെ വാല്യൂ -1 ബൈ എസ് പ്ലസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 ബൈ എസ് പ്ലസ് 1. ഇതാണ് നമ്മളുടെ x1 of s എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ x1 of t ഫൈൻഡ് ഔട്ട് ചെയ്തൂടെ? x1 of s ന്റെ x1 of t ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇവിടെ x1 of t എഴുതുകയാണ്. of s ന്റെ x1 of t ഈക്വൽ ടു -1 ബൈ എസിൻ്റെത് മൈനസ് യു ഓഫ് ടി ആണ് അല്ലേ? 1 ബൈ എസിൻ്റെത് യു ഓഫ് ടി ആണ്. ഇനി പ്ലസ് 1 ബൈ എസ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ഇൻറ്റു യു ഓഫ് ടി ആണ്. ടി ഇൻറ്റു യു ഓഫ് ടി പ്ലസ് ലാസ്റ്റ് ടേമിൻ്റെത് ഇ റൈസ് ടു മൈനസ് ടി യു ഓഫ് ടി ആണ്. x1 of t കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്കിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ x2 of t എന്ന് വെച്ചാൽ ഈ ഒരു ടേം വരുന്നതേ ഉള്ളൂ. ഓക്കെ, ബാക്കിയൊക്കെ സെയിം ആണ്. ഇ റൈസ് ടു മൈനസ് 2s വരുന്നേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. അതായത് സപ്പോസ് ഒരു യു ഓഫ് ടി ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ അതിൻ്റെ ലാപ്ലാസ് 1 ബൈ എസ് ആണെങ്കിൽ ഈ ഇ റൈസ് ടു -2s വരണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? യു ഓഫ് ടി -2 ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. യു ഓഫ് ടി -2 ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇ റൈസ് ടു -2s ഇൻറ്റു 1 ബൈ എസ് വരും. ഓക്കെ, ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയോട് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ ദിസ് ഈസ് x1 of s ആൻഡ് ദിസ് ഈസ് x2 of s. രണ്ടിൻ്റെയും ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഇവിടെ എന്തും വന്നതേ ഉള്ളൂ, ഒരു ഇ റൈസ് ടു -2s മൾട്ടിപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ഇക്വലൻ്റ് ടൈമിൽ എന്ത് ചെയ്താൽ മതി? അവിടെ ഷിഫ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് x2 of t എന്ന് വെച്ചാൽ എന്ത് വരും? സോ ബൈ അപ്ലൈയിങ് ദിസ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, so this time shifting property we will get x2 of t will be equal to, ഇതിപ്പോൾ ഇവിടെ കോമൺ എടുക്കും, x1 of t ഈക്വൽ ടു യു ഓഫ് ടി കോമൺ എടുക്കുക. സോ -1 പ്ലസ് ടി പ്ലസ് ഇ റൈസ് ടു -t ഇൻറ്റു യു ഓഫ് ടി എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഇ റൈസ് ടു -2s കിട്ടാൻ വേണ്ടി എന്ത് വരുന്നേ ഉള്ളൂ? ഈ ടിക്ക് നമ്മൾ t -2 വെച്ച് റീപ്ലേസ് ചെയ്യണം. സോ -1 പ്ലസ് t -2 പ്ലസ് ഇ റൈസ് ടു -t -2 യു ഓഫ് t -2 എന്ന് വരും. ഓക്കെ, അപ്പോൾ
ഫൈനൽ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടിനും കൂടെ സം ആയിരിക്കും. ഓക്കെ, റിസൾട്ടന്റ് എക്സ് ഓഫ് ടി വിൽ ബി ഈക്വൽ ടു സം ഓഫ് x1 പ്ലസ് x2. ഓക്കെ, ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിന്റെ പ്രോപ്പർട്ടി ന്യൂമറേറ്റർ കോഎഫിഷ്യന്റ് പവർ ലെസ് ദാൻ ഡിനോമിനേറ്റർ കോഎഫിഷ്യന്റ് ആണ്. സോ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ഫാക്ടറൈസ് ചെയ്തിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇത് രണ്ടും സെയിം ആവരുത്. ഇതിന്റെ കേസിൽ ഒരു e⁻²s ഉണ്ട്. അത് നമ്മൾ ഈ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഫ്രീക്വൻസിയിൽ ഒരു മൾട്ടിപ്ലിക്കേഷൻ വരണമെങ്കിൽ ടൈമിൽ ആ ഫാക്ടർ വെച്ച് ഷിഫ്റ്റ് ചെയ്യണം. സോ ഇതിന്റെ കേസിൽ ടിക്ക് നമ്മൾ എന്ത് കൊടുത്താൽ മതി? t-2 കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് ഇൻവേഴ്സ് ലാപ്ലാസ് ട്രാൻസ്ഫോമിന്റെ ടിപ്പിക്കൽ പ്രോബ്ലംസ്. ഫസ്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എഴുതിയിരുന്നു. അതിനുശേഷം ടിപ്പിക്കലായിട്ടുള്ള എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ സെയിം വരുന്ന കേസ്, ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്ത കേസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബിടെക് മെഡിസി.